ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നോമ്പിൻ്റെ 2-ാം ആഴ്ചയിലെ 14-ാം ദിവസത്തിലേക്ക് നാം കടക്കുമ്പോൾ സഭയായി ഇന്ന് ധ്യാന വിഷയമായി നിശ്ചയിച്ചിരിക്കുന്നത് അളക്കപ്പെടുവാനാവാത്ത ദാനം, ദ ഇംമെഷറബിൾ ഗിഫ്റ്റ്. ഈ വിഷയത്തെ ആസ്പദമാക്കി ഏവൻഗേലിയൻ്റെ ഭാഗമായി വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 21 മുതൽ 25 വരെയുള്ള വാക്യങ്ങളാണ്. വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലോ കട്ടിൽ കീഴിലോ വയ്ക്കാറുണ്ടോ? വിളക്ക് തണ്ടിന്മേലല്ലയോ വയ്ക്കുന്നത്? വെളിപ്പെടുവാൻ ഉള്ളതല്ലാതെ ഗൂഢമായത് ഒന്നുമില്ല. വെളിച്ചത്ത് വരുവാനുള്ളതല്ലാതെ മറവായതും ഒന്നും ഇല്ല. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്ക് അളന്നു കിട്ടും, അധികമായും കിട്ടും. ഈ വാക്യങ്ങളിൽ സൂചിപ്പിച്ചിരിക്കുന്നത് വെളിച്ചം ക്രിസ്തുവിനെ ആകുന്നു. When Christ is shown in this parable, his real identity was not revealed, that he is the real Son of God. അത് എല്ലാവർക്കും മനസ്സിലായിട്ടില്ലായിരുന്നു. When what Jesus is trying to say is though his identity is hidden, it will be disclosed. അപ്പോൾ എപ്പോഴായാലും ആ ഒരു സീക്രസി റിവീൽ ആകുന്ന ടൈമുണ്ട്. ഇപ്പോൾ അത് കൺസീലായിരിക്കും, ബട്ട് ഇറ്റ് വിൽ കം ഔട്ട് ഇൻ ദി ഓപ്പൺ. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഓൾ ഓഫ് us ആർ ഹിയറിംഗ്, ബട്ട് ആർ വി അണ്ടർസ്റ്റാൻഡിങ് ദ വേ വി ഹിയർ? അത് കേൾക്കേണ്ട വിധത്തിൽ തന്നെയാണോ അതിനെ ഗ്രഹിക്കുന്നത് എന്ന് നാം ചിന്തിക്കണം. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്കും അളന്നു കിട്ടും, അധികമായും കിട്ടും. നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അതിലേക്ക് ആണ് ഈ വാക്യം സൂചിപ്പിച്ചിരിക്കുന്നത്. ആരാണോ യഥാർത്ഥമായി കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് അവർക്ക് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെട്ട് കിട്ടും. ആൻഡ് whoever has heard and have seen but have not understood and perceived clearly, അവർ എന്താണ് മനസ്സിലാക്കിയത് അതുപോലും അവർക്ക് നഷ്ടപ്പെട്ടു പോകും. When this parable was said, Jesus' identity was hidden in the world. ശരിക്കു പറഞ്ഞാൽ ജീസസിൻ്റെ ഐഡൻറ്റിറ്റി മനസ്സിലാക്കിയത് ദുരാത്മാക്കളായിരുന്നു. നീ ഞങ്ങളെ വിട്ടുപോ എന്ന് പറയുന്നുണ്ട്. എല്ലാ ആൾക്കാരും ശിഷ്യന്മാരുൾപ്പെടെ കൂടെ ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുന്നുണ്ടെങ്കിലും ശരിക്കും ക്രിസ്തുവിനെ യഥാർത്ഥമായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ക്രിസ്തു നമ്മളോട് പറയുന്നത്, ഒരു വിളക്കുണ്ടെങ്കിൽ വി ഡോണ്ട് കീപ്പ് ഇറ്റ് അണ്ടർ എ ബോൾ ഓർ ബെഡ്, ഇൻസ്റ്റെഡ് വി പുട്ട് ഇറ്റ് ഓൺ എ സ്റ്റാൻഡ് എന്ന് പറഞ്ഞതുപോലെ എല്ലാവർക്കും പ്രകാശിക്കേണ്ട വിധത്തിൽ ആ വെളിച്ചം വന്നേ മതിയാവൂ. ആ വെളിച്ചമാണ് ക്രിസ്തുവിൻ്റെ ഐഡൻറ്റിറ്റി. നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ ഒരു അളക്കപ്പെടുവാനാവാത്ത ദാനമാണ് ക്രിസ്തു. God's word is truly an immeasurable gift, a light to guide our way, a treasure to deepen our faith, and a message to share with the world. Let's not hide it, but let it shine brightly for all to see. വെളിച്ചമാകുന്ന ആ ക്രിസ്തുവിൻ്റെ പാത പിന്തുടരുവാൻ തക്കവണ്ണം ഈ നോമ്പ് കാലത്ത് നമുക്കേവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.